വീണേൻ്റെ ആളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യാനുള്ളത്. ഇപ്പോൾ 3 പേരുണ്ടായിരുന്ന അതിനകത്ത് മനസ്സിലാക്കി 2 പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരാളിപ്പോൾ അതിനകത്തുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മണ്ണ് വാരി കഴിഞ്ഞ ശേഷം നമുക്ക് കൂടുതൽ വ്യക്തമായ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് ശേഷം ആലോചിച്ച് തീരുമാനിക്കാവുന്നേ ഉള്ളൂ. കാരണം നമുക്കറിയാം അവിടെ മണ്ണിടിച്ചിൽ നടന്നിട്ടുണ്ട്, ആവശ്യമാത്ര ജനപ്രതിനിധികളൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ അതിഗുരുതരമായ സാഹചര്യം അവിടെയുണ്ട്. എന്താണ് ഇക്കാലം അത്രയും ജനപ്രതിനിധികളൊന്നും ഇവർ ഉന്നയിക്കുന്ന ഒരു പരാതി എന്നത് ഇതിനു മുൻപും ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ഇത് നിർത്തിവെക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധപ്പെട്ടിട്ടില്ല. അങ്ങനെ എൻ്റെ അടുത്താരും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ആരുടെ ഭാഗത്ത് ആ തെറ്റും നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മണ്ണിനടിയിൽ കിടക്കുന്ന രക്ഷപ്പെടുത്തലാണ് പ്രധാനം. അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന ആളെ പറ്റി എന്തെങ്കിലും വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്? എവിടുത്തുകാരാണ് അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും? അവരുടെ കൂടെ 3 പേരുണ്ടായിരുന്നു. അതിൽ 2 പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ പറഞ്ഞാണ് ഒരാൾ കൂടെ അകത്തുള്ളത്. ആ രീതിയിലാണ് ഇപ്പോൾ സെർച്ച് കൊണ്ടിരിക്കുന്നത്. MLA, ഇതിൽ ഗുരുതരമായ ഒരു കാര്യം എന്നത് ഞങ്ങളിവിടെ വന്ന സമയത്തും ഈ മണ്ണ് വലിയ രീതിയിൽ ഇടിയുന്നുണ്ടായിരുന്നു. 8ഓളം വീടുകൾ അതിന് മുകളിലുണ്ട്. അവരൊക്കെ വളരെ വിഷമത്തോടെയാണ് സംസാരിക്കുന്നത്. മാത്രമല്ല വലിയ പ്രതിഷേധം വരുന്നുണ്ട്. നിരവധി തവണ അവർ പരാതി ഉന്നയിച്ചതാണെന്ന് പറയുന്നു. പരിശോധിക്കേണ്ട കാര്യമാണ്. MLA എന്നുള്ളത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ആദ്യമായി സംഭവം അറിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുണ്ട്. അതുമാത്രം നമുക്ക് കണ്ടാൽ തന്നെ ഒരു ഭീകരമായ അവസ്ഥ ഇവിടെയുണ്ട്. കാരണം ഇനിയും ഇടിയാനൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പരിശോധിക്കേണ്ടതാണ്. എവിടെയാണെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചുള്ളത് പരിശോധിക്കണം, നോക്കാം. വീഴ്ച പരിശോധിക്കും തീർച്ചയായിട്ടും. അത് നേരത്തെ കളക്ടറടക്കം പരാതി നൽകിയിരുന്നു, എന്നിട്ട് പോലും ഒരു നടപടി ഉണ്ടായില്ല എന്നാണ് ഇവർ പറയുന്നത്. CM-ന് പരാതി കൊടുത്തു എന്ന് പറയുന്നു. എനിക്കറിയില്ല. MLA എന്നുള്ളതൊക്കെ എൻ്റെ കയ്യിൽ പരാതി വന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് ഉദ്യോഗസ്ഥന്മാരായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ. എന്ത് തന്നെയാലും ഇത് ഒരിക്കലും ഒരു പ്രഥമദൃഷ്ട്യാ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായിട്ട് തോന്നുന്നില്ല. കാരണം വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല ഇത്രയും ആഴത്തിൽ മണ്ണെടുക്കുമ്പോൾ അതിൻ്റെ പെർമിഷനൊക്കെ അവർ വാങ്ങിയിട്ടുണ്ടോ അതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും ദേശീയപാതയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ മണ്ണെടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെയുള്ള അപാകതകളൊക്കെ അതിന് സമീപത്താണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ മണ്ണെടുത്തിരിക്കുന്നത്. അല്ല, ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് സ്വകാര്യ വ്യക്തി തികച്ചും മറച്ചു കൊണ്ടാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. വളരെ ശ്രദ്ധയപ്പെട്ടുകൊള്ളണം എന്നില്ല. ഏതായാലും ഇപ്പോൾ ഈ അപകടം ഉണ്ടായപ്പോഴാണ് കൂടുതൽ ശ്രദ്ധയും കൊണ്ട് പതിഞ്ഞിട്ടുള്ളത്. നമുക്ക് കാര്യങ്ങൾ പരിശോധിക്കാം. ആരുടെ ഭാഗത്താണ് വീഴ്ച നോക്കി അവരെ നമുക്ക് നിയമത്തിന് മുമ്പ് കൊണ്ടുവരികയും ചെയ്യാം. തൽക്കാലം നമുക്കിപ്പോൾ മണ്ണിനടിയിലുള്ള ആളെ രക്ഷപ്പെടുത്തലാണ് പ്രഥമ പരിഗണന. കൂടുതൽ ഏതെങ്കിലും യൂണിറ്റോ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട്? ആവശ്യമായ അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ഇപ്പോൾ ആവശ്യമായ യൂണിറ്റ് ഇവിടെ ഉണ്ട്. കൂടുതൽ ആവശ്യമുണ്ട്, കൂടുതൽ വരുത്തും. ഏതാണ്ട് 1.5 മണിക്കൂറാവുന്നു. അത് വേണ്ട ഏർപ്പാടുകൾ ചെയ്യാവുന്നേ ഉള്ളൂ. വീഴ്ച പരിശോധിക്കുമെന്ന് തന്നെയല്ലേ? തീർച്ചയായും പരിശോധിക്കും. അല്ല, അതൊക്കെ നമുക്ക് രേഖകൾ പരിശോധിച്ചാലേ പറയാൻ കഴിയുള്ളൂ. കാരണം സ്വാഭാവികമായും അത് പരിശോധിച്ച ശേഷം നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും അക്കാര്യത്തിൽ. ഒരു സാധാരണക്കാരൻ എന്ന നിലയിലെ പ്രഥമ ദൃഷ്ട്യാ കാണുമ്പോൾ തന്നെ അതിലൊരു വീഴ്ച തോന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് ആരും നേരത്തെ പരാതിയായിട്ട് വന്നിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ശ്രദ്ധയിൽപ്പെടുന്നത്. ഒറ്റ മോട്ടറിൽ കാണുമ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥ ഇവിടെയുണ്ട്. അപ്പോൾ അതെന്ത് തന്നെയാലും പരിശോധിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആ മണ്ണിൽ അടിപ്പെട്ടാണ് രക്ഷപ്പെടുത്തുന്ന ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ആ ശ്രമമാണ് ഇപ്പോൾ നടത്തി വരുന്നത്. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാം. നമുക്ക് ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിക്കാം. മറ്റ് മുകളിലുള്ള വീടുകളിലെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടി ആലോചിക്കും. മറ്റുള്ള വീട്ടുകാരെ മാറ്റി സംവിധാനം ചെയ്തിട്ടുണ്ട്.